രാമുവും ദാമുവും കൂട്ടുകാരായിരുന്നു. ദാമു ആളൊരു സൂത്രക്കാരനായിരുന്നു. രാമു ആകട്ടെ ഒരു പാവത്താണ്. ഒരു ദിവസം രണ്ടുപേരും കൂടി നടക്കാനിറങ്ങി. രാമു, നമുക്കൊരു പശുവിനെ വാങ്ങിയാലോ? ദാ അതുപോലെ പാൽ കറന്ന് നമുക്കും കുടിക്കാം. അതൊരു നല്ല ഐഡിയ ആണല്ലോ ദാമു. അങ്ങനെ അവരൊരു പശുവിനെ വാങ്ങി. പശുവിനെ നമുക്ക് നല്ലപോലെ വളർത്തണം. അതെ രാമു, വളർത്തിയാൽ മാത്രം പോരാ, നമ്മൾ ഇതുപോലെ എന്തു വാങ്ങിയാലും അതിനെ തുല്യമായി വീതിക്കുകയും വേണം. പക്ഷേ ഇത് ഒരു പശുവല്ലേ ഉള്ളൂ, ഇതെങ്ങനെ വീതിക്കും? ഓ, നീ പറഞ്ഞത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ പശുവിന്റെ തലഭാഗം നീ എടുത്തോ, വയറിന്റെ ഭാഗം ഞാനും എടുക്കാം. അതുകൊണ്ട് പുല്ലും വെള്ളവും കൊടുക്കുന്ന ജോലിയൊക്കെ നിനക്ക്, പാൽ കറക്കുന്ന ജോലി എന്റെയും. പാവം രാമു മറ്റൊന്നും ആലോചിക്കാതെ രാമു പറഞ്ഞത് അതേപടി സമ്മതിച്ചു. ദേ പശുവിന്റെ ക്ഷീണിച്ചുള്ള നിൽപ്പ് കണ്ടോ, അതിന് വിശക്കെന്നു തോന്നുന്നു. രാമു, പശുവിന്റെ തലഭാഗമല്ലേ നിന്റേത്, നീ പോയി പശുവിന് പുല്ലും വെള്ളവും എടുത്തുകൊണ്ട് വാ. അങ്ങനെ രാമു പശുവിന് പുല്ലും വെള്ളവും കൊടുക്കും. ദാമു അതിന്റെ പാല് മുഴുവൻ കറന്നെടുത്ത് കുടിക്കുകയും ചെയ്യാം. രാമു, ഇനി തണുപ്പുകാലമല്ലേ വരുന്നത്, നമുക്കൊരു കമ്പിളിപ്പുതപ്പ് വാങ്ങണം. അതെ അതെ, വേഗം തന്നെ വാങ്ങാം. അങ്ങനെ അവർ ഇരുവരും കൂടി ഒരു കമ്പിളിപ്പുതപ്പ് വാങ്ങിച്ചു. നല്ല കമ്പിളിപ്പുതപ്പല്ലേ, ഇതിനെ എന്തായാലും നമുക്ക് രണ്ടായി മുറിക്കാം. ഒരു പാതി നിനക്കും ഒരു പാതി എനിക്കും. രാമു, ഒരു പ്രശ്നമുണ്ട്. ഈ കമ്പിളി നമുക്ക് മുറിക്കാൻ പറ്റില്ല, ഇത് തീരെ ചെറുതാണ്. മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോ എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, പകൽ മുഴുവൻ നീ ഈ കമ്പിളി ഉപയോഗിച്ചോ, രാത്രി മാത്രം എനിക്ക് തന്നാ മതി. പകലെന്തിനാ കമ്പിളി, രാത്രിയല്ലേ തണുപ്പ്? രാമുവിന് ഒരു സംശയം തോന്നി. എന്നാലും കൂട്ടുകാരനല്ലേ, സമ്മതിച്ചു കൊടുത്തേക്കാം രാമു കരുതി. അങ്ങനെ ദാമു രാത്രിയിൽ കമ്പിളി മൂടി പുതച്ച് കിടന്നുറങ്ങും. രാമു ആകട്ടെ തണുത്തു വിറച്ച് ഒരു മൂലയിലിരിക്കും. അങ്ങനെ ദാമു രാമുവിനെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. രാമു, നമുക്കൊരു മാവിൻ തൈ വാങ്ങാം. സ്വന്തമായൊരു മാവുണ്ടെങ്കിൽ
അതിലെ മാങ്ങകൾ മുഴുവൻ നമുക്ക് തന്നെ തിന്നാമല്ലോ. ആ, അതൊരു നല്ല ഐഡിയ ആണല്ലോ. നല്ലപോലെ വെള്ളവും വളവും ഇട്ടാൽ ഈ മാവ് വേഗം കായ്ക്കും. ആ ശരി ചേട്ടാ. രാമു, ഈ മാവിൻ തൈയുടെ മേൽഭാഗം ഞാൻ എടുക്കാം. നീ ഇതിന്റെ താഴത്തെ ഭാഗം എടുത്തോ. മേൽഭാഗത്ത് മുഴുവൻ ഉറുമ്പ് കാണും. ആ സാരമില്ല, ഞാനത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഈ താഴെ ഭാഗത്ത് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പാവ രാമു അതും സമ്മതിച്ചു. ഓ, മാങ്ങ എല്ലാം പഴുത്തു. ഓ, മാവിന്റെ മുകൾ ഭാഗം എന്റേതാണല്ലോ. ഞാനതങ്ങ് മറന്നു. എന്താ കുഞ്ഞെ, ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ. വാ, നമുക്കൊരുമിച്ച് നടക്കാം. അങ്ങനെ രാമു സന്യാസിയോട് തന്റെ കൂട്ടുകാരൻ കാണിക്കുന്ന അതിസാമർഥ്യത്തിന്റെ കഥകളെല്ലാം പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? മോനെ രാമു, ജീവിതത്തിൽ നമ്മൾ എല്ലാവരെയും അന്ധമായി സ്നേഹിച്ചാൽ പലരും നമ്മളെ മുതലെടുക്കും. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി തന്നെ ഉപയോഗിക്കണം. നിന്റെ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. എന്താ? രാമു, നിനക്കെന്താ വട്ടായോ? നീ എന്ത് പണിയായി കാണിച്ചത്? പശുവിന്റെ മൂക്കിനകത്താണോ പുല്ല് കൊടുക്കുന്നത്? അതിനെന്താ, പശുവിന്റെ മുൻഭാഗത്തല്ലേ മൂക്ക്. മുൻഭാഗം എന്റേതല്ലേ. അതുകൊണ്ട് ഞാൻ പുല്ല് വായിലോ മൂക്കിലോ എവിടെയെങ്കിലും കൊടുക്കും. ദാമു, നീ നിന്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി. രാമു, ഇവിടെ കിടന്ന കമ്പിളിപ്പുതപ്പ് എവിടെ? ആ അതോ, അത് ഞാൻ രാവിലെ കഴുകാനിട്ടു. ഉണങ്ങിയിട്ടില്ല. നീ എന്ത് പണിയാണ് ഈ ചെയ്തത്? ഞാൻ ഇനി എന്ത് പുതച്ച് കിടക്കും? അതൊന്നും എനിക്കറിയില്ല. പകൽ പുതപ്പ് എന്റേതാണ്. ആ സമയത്ത് എനിക്ക് എന്തും ചെയ്യാം. ഈ രാമുവിനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഈയിടെയായി അവന് സാമർഥ്യം കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് മാങ്ങ മുഴുവൻ പറിക്കണം. എന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് എല്ലാം ശാപ്പിടണം. എന്നാലേ അവൻ പഠിക്കൂ. രാമു, നീ എന്താണ് ഈ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ മാവ് വെട്ടിയത്?
ഇത് എന്റെ കൂടി മാവാണ്. അതെനിക്കറിയാം. ഞാൻ മാവിന്റെ താഴ്ഭാഗം മാത്രമേ വെട്ടിയുള്ളൂ. നിന്റെ ഭാഗം ഞാൻ തൊട്ടിട്ടില്ല. അവസാനം ദാമുവിന് കാര്യം പിടികിട്ടി. ഇനിയും രാമുവിനെ പറ്റിക്കാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായി. രാമു, ഞാൻ നിന്നോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക് രാമു. ഞാനിനി നിന്നെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. എല്ലാ ജോലികളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കിട്ടുന്നത് ഒരുപോലെ പങ്കുവെക്കാം. ദാമുവിന്റെ സങ്കടം കണ്ടപ്പോൾ രാമുവിന്റെ മനസ്സലിഞ്ഞു. സാരമില്ലട ദാമു, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാം. അങ്ങനെ അന്ന് മുതൽ രാമുവും ദാമുവും ആത്മാർത്ഥ കൂട്ടുകാരായി.